ഈ കാണുന്നതാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഷട്ടർ ഇരിക്കുന്ന ആ മലയുടെ ഭാഗമാണ് ഈ കാണുന്നത്. ഇത് മുല്ലപ്പെരിയാറിൽ നിന്ന് ആ ഷട്ടറിൽ നിന്ന് വെള്ളമൊഴുകി വന്ന പുഴ, മുല്ലപ്പെരിയാർ പെരിയാർ പുഴ, ശരിയായ പെരിയാർ പുഴ. ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ കുരിശിരിക്കുന്ന ഭാഗമാണ് വള്ളക്കടവ് ഗ്രാമം. വള്ളക്കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-100ഓളം വീടുകളുണ്ട്. ആ കാണുന്ന ആ വള്ളക്കടവ് ആ ഗ്രാമത്തിൽ നിന്നൊരു 4 കിലോമീറ്ററോളം ഉള്ളി കയറി പോകണം മുല്ലപ്പെരിയാറിലേക്ക്. മുല്ലപ്പെരിയാറിൽ ഇപ്പോൾ അങ്ങോട്ട് കയറി പോകാനായിട്ട് പെർമിഷനൊന്നുമില്ല. അതേപോലെ അവിടെ നിന്ന് തന്നെ ഒരു ഗവിയിലേക്ക് പോകുന്നൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഗവിയിൽ പോകണമെന്നുണ്ടെങ്കിൽ 1700 രൂപ വെച്ച് ഒരാൾക്ക്, പ്രൈവറ്റ് വെഹിക്കിളാണെങ്കിൽ 1700 രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കണം. 1700 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആളുണ്ടെങ്കിൽ 5000 രൂപ കൊടുത്തിട്ട് വേണം അങ്ങോട്ട് കയറി പോകണമെങ്കിൽ. ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ പോകണം ഗവി പോകണമെങ്കിൽ. അതിനാരും വരുന്നു പോകുന്നു തോന്നണില്ല. പിന്നെ അവരുടെ വാഹനമുണ്ട്, 320 രൂപ വെച്ചിട്ട് ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ 10 ആളായി കഴിഞ്ഞാൽ അവർ വന്ന് ആ ബസ്സിന് കൊണ്ടുപോയി 3 മണിക്കൂർ ഗവി ചുറ്റിച്ച് കൊണ്ടുവരും. അല്ലാത്ത രീതിയിൽ പെർമിഷൻ കൊടുക്കുന്നില്ല അവർ. പിന്നെ അവിടെ ലോക്കൽ താമസിക്കുന്നവർക്ക് അങ്ങോട്ട് പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വള്ളക്കടവ് എന്ന് പറഞ്ഞ ഗ്രാമം ഏകദേശം ഒരു 100-100ഓളം വീടുകളുണ്ട്. അവിടെ ഒരു 4 കിലോമീറ്ററാണ് ഉള്ളിൽ മുല്ലപ്പെരിയാറിൽ. ഈ പറഞ്ഞ അതാ കാണുന്ന മലയുടെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 300 അടിയാണ് മലയുടെ ഹൈറ്റ്. ഒരു 132 അടിയാണ് ഈ പറഞ്ഞ ഷട്ടറിൻ്റെ ഹൈറ്റ്. അതിലിപ്പോൾ മാക്സിമം വെള്ളം കയറി കഴിഞ്ഞാൽ 140 അടി. അതൊന്നും അതിനിപ്പോൾ ഓവർഫ്ലോ വന്ന അവിടെ ഒരു പൊട്ടാണെങ്കിൽ ഒരു പകുതിയിലേക്ക് വെച്ചിട്ടായിരിക്കും തള്ളിച്ചുണ്ടാവണേ. ആ ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ പുഴയിലേക്കാണ് അതിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. ശരി, ഈ പുഴയുടെ വീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു 300-400 അടിയോളം വീതിയുണ്ട് ഈ പുഴയ്ക്ക്. അത്യാവശ്യം താങ്ങാനായിട്ടുള്ള വെള്ളം താങ്ങി സ്പ്രെഡായിട്ട് പോകാനായിട്ടുള്ള ഒരു വീതിയുണ്ട്. പിന്നെ അതിൻ്റെ ആ പൊട്ടണ സമയത്തുള്ളൊരു മൊമെൻറ്റം വന്നാൽ ഇത്രത്തോളം വരാനുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് വലിയൊരു എത്ര വലിയ വെള്ളം കയറിയാലും ഇനി അവിടെ അത് പൊട്ടിയാലും അത്ര വലിയ ഇഷ്യൂ ഒന്നും ഏകദേശം ഈ ഭാഗത്തിനെ ബാധിക്കുന്നൊരു കാര്യം ഈ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൻ്റെ ഒരു പകുതിയെ ബാധിക്കുന്ന ഒരു ഇമ്പാക്റ്റ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ വെള്ളം കൂടെ കവർ ചെയ്ത് ഒഴുകി ഇടുക്കിയിലേക്ക് പോകും. ഇടുക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോർമലായിട്ട് അങ്ങനെ പതഞ്ഞൊഴുകി ഇടുക്കി ഡാം താങ്ങി അതിലേക്ക് വരുന്ന കാര്യങ്ങളുള്ളൂ. ഈ ഊതിപ്പെരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് ഇവിടെ ഡയറക്റ്റ് വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയൊരു ഇഷ്യൂ അല്ല എന്നാണ് തോന്നുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായം എന്തായിരിക്കും. ഞാൻ ആ വള്ളക്കടവ് ഗ്രാമം കണ്ടു, ചെക്ക് പോസ്റ്റ് കണ്ടു. അപ്പോൾ ആ ഗ്രാമത്തിലെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഒരു 100-100ഓളം വീടുകളുണ്ട്. അതൊന്നും അവിടുന്ന് വെള്ളം ഒഴുകി വന്നാൽ പോലും ബാധിക്കാത്ത രീതിയിലൊരു പൊക്കത്താണ് അവരുടെ വീടുകൾ. ആ സ്ഥലത്തിനെ ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് ബാധിക്കുമായിരിക്കാം. ബാക്കിയൊക്കെ ഇങ്ങനെ ഈ പുഴ താങ്ങി താഴേക്ക് ഒഴുകി ഇവിടുന്ന് ഒരു 70 കിലോമീറ്റർ അകലെ ഇടുക്കി ഡാമിലേക്ക് പതിച്ച് അത് നോർമലായിട്ട് പോകും. അത് മാത്രമല്ല, ഇതിൻ്റെ പൊട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അതും ആണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. വളരെ സാധ്യത കുറവാണ്. കാരണം ആ മലയ്ക്ക് തന്നെ ഒരു 300 അടി ഹൈറ്റുള്ളൂ. എൻ്റെ താഴെ ഒരു 100-132 അടിയിലാണ് ഷട്ടർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഷട്ടർ വെച്ചേക്കുന്നത് അതൊരു ഇമ്പാക്റ്റ് വന്നാൽ ഇത്രത്തോളം അതിൽ വരാനുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് കണ്ട് ബോധ്യപ്പെട്ടു. ജീവിതത്തിലൊരു പുതിയ അനുഭവം. എന്തായാലും കോടതി വെക്കേഷൻ പ്രമാണിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞതും ഇന്നലെ തേക്കടി താമസിക്കാൻ കഴിഞ്ഞതും വണ്ടിപ്പെരിയാർ ഓടി വള്ളക്കടവിലേക്ക് വരാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യം എന്തായാലും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ അവതരിപ്പിക്കുന്നു. മഴക്കാലത്ത് ഏത് സമയത്താണ് വെള്ളം കൂടുതൽ വരണേ? അത് അടുത്ത മാസം തുടങ്ങിയിട്ടാ? ഓക്കെ. ജൂൺ മാസം അതോ ജൂൺ മാസം? ഓക്കെ. അപ്പോൾ ഈ വെള്ളം ആ കാണുന്ന മറ്റേ അതുവരെ വരും. പിന്നെ ഇതിപ്പോൾ ഈ മുല്ലപ്പെരിയാർ ഇങ്ങനെ പൊട്ടുന്നൊക്കെ പറയുന്നത് അത് വലിയ കാര്യമൊന്നുമില്ല എന്നല്ലേ? തണ്ണി വരും. അല്ല, അത് അത്ര അല്ലാണ്ട് ബാധിക്കുന്ന കാര്യമാണോ നിങ്ങളുടെ? അതിൽ അത്ര വലിയ, നിങ്ങൾക്ക് അത്ര വലിയ പേടിയൊന്നുമില്ല അല്ലേ? അല്ല, ഞാൻ ചാലക്കുടിക്കാരനമ്മ. അപ്പം ഞാനിവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിതൊരു വിഷയമായിട്ട് തോന്നിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന മലയുടെ ചരിവിൽ ഒരു ഷട്ടർ വെച്ച് ഒരു 100-150 അടി പൊക്കത്തിൽ വെള്ളം വന്ന് അതിൽ നിന്നൊരു ഇത് വന്നാലും ഈ പുഴയെക്കൂടെ താങ്ങി കുറച്ചിങ്ങനെ തള്ളി പോകുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ. പിന്നെ ഈ വെള്ളം വന്നിട്ട് ഇടുക്കി ഡാമിലോട്ട് ചെല്ലും. ഇടുക്കി ഡാം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു 50 ഇരട്ടിയുള്ള ഡാമാണ്. അതങ്ങനെ അതിൻ്റെ രീതിയിൽ അത് തങ്ങി നിന്നോളൂ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വീടുകൾ അതിൻ്റെ ഒരു ഇഷ്യൂ വന്നാൽ ജസ്റ്റ് പൊക്കത്താണല്ലോ. ചില വീട് താണുണ്ട്. ഏകദേശം ഒരു 10-100 വീടിനെ ബാധിക്കുന്ന രീതി ഉണ്ടാവും. അത് ഉറപ്പാണ്. ബാക്കി കേരളം മൊത്തം നശിച്ചു പോകുന്നൊക്കെ പറഞ്ഞ്
എന്ത് ഞാൻ ആലോചിച്ച് നോക്കാണ്, എന്ത് കോമൺ സെൻസ് ഇല്ലാത്ത, എന്ത് ഒരു സാമാന്യ ബോധമില്ലാത്ത വിവരക്കാണ് ഈ പറയണതെന്ന് ഞാൻ ആലോചിച്ച് പോവാ ശരിക്കും. ഞാൻ ചാലക്കുടിക്കാരനാ. ആ കാറിൽ വന്നേ, ഒറ്റയ്ക്ക് വന്നു. ഞാൻ വക്കീലാണ് ഹൈക്കോടതിയിൽ, എറണാകുളം ഹൈക്കോടതിയിൽ. അപ്പോൾ ഞങ്ങളുടെ വെക്കേഷൻ അമ്മ, അപ്പോൾ അത് കാരണം വെറുതെ ഒന്ന് കാണാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം വന്നതാണ്. ഓക്കെ കേട്ടോ, താങ്ക് യു കേട്ടോ. ഇത് ഈ മുല്ലപ്പെരിയാർ ഡാമിന് താഴെയുള്ള പ്രദേശങ്ങളാണ്. അകലെ കാണുന്ന വള്ളക്കടവ് ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് ആണ് മുല്ലപ്പെരിയാർ, അതിന് താഴെയുള്ള പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളൊക്കെ ഏകദേശം മലയൊക്കെ തന്നെയാണ്. അവിടെ നിന്ന് ഒരു വെള്ളത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പുഴയൊക്കെ ഒഴുകി ഈ മലയുടെ സൈഡൊക്കെ ഇടിച്ച് നിരത്തി ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നഷ്ടപ്പെടും. അതായത് വെള്ളത്തിൻ്റെ ആ മൊമെൻറ്റം നഷ്ടപ്പെട്ടപ്പോഴുണ്ടെങ്കിൽ പിന്നെ നാശനഷ്ടവും ഇല്ലാതാവും. വെള്ളമുണ്ടെങ്കിൽ അത് പതഞ്ഞൊഴുകി ആ പുഴയിൽ കൂടെ പോവുകയും ചെയ്യും. അതാണ് ശരിക്കും യഥാർത്ഥമായിട്ടുള്ളൊരവസ്ഥ. ഇതാണ് വണ്ടിപ്പെരിയാർ ടൗണാണത്. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് ഇത് കാണുന്നതാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് വന്ന പുഴ. അത് വണ്ടിപ്പെരിയാർ പുഴയായി. അത്യാവശ്യം നല്ലൊരു ടൗണാണ് വണ്ടിപ്പെരിയാർ എന്ന് പറയുന്നത്. ഇത് 90% തമിഴ് വംശജരാണ് ഇവിടെ താമസിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഈ ടൗണിനെ കുറച്ചൊക്കെ ബാധിക്കും. ഈ വണ്ടിപ്പെരിയാർ ടൗണിനെ കുറച്ചൊക്കെ ബാധിക്കും ഉറപ്പായിട്ടും.